നമ്മൾ മലയാളികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊക്കെ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. പെർഫെക്റ്റ് ഓക്കെ. ഹായ് എവറിബഡി, വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാലാകാലങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വൈ വി ആർ നോട്ട് ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ് ഈസിലി, അല്ലെങ്കിൽ വൈ വി സ്ട്രഗിൾ ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾ കുറേ കാലമായിട്ട് ഇംഗ്ലീഷിനെ പഠിക്കണം എന്ന് വിചാരിച്ച് നിന്നിട്ട് പറ്റാത്ത ഒരാളാണോ? അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് വാങ്ങിയിട്ടും ഒരുപാട് തവണ നിങ്ങൾ ശ്രമിച്ചിട്ടും ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പറ്റാത്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇതിനി ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ യു ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ. ബിക്കോസ് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് സർട്ടൻ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലാണെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ലേൺ ദാറ്റ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് വഴി അല്ല നിങ്ങൾ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, ഇതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലിസൺ ടു ദ ക്ലാസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഈ ക്ലാസ് കുറച്ച് ലെങ്തിയർ ആയിരിക്കും ബിക്കോസ് ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നല്ല കാര്യങ്ങൾക്ക് കുറച്ച് നീളം സമയം എടുക്കും. ആ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. സോ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആനലൈസ് ചെയ്ത് നോക്കുക. ഞാൻ പഠിക്കുന്നതിൽ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പോൾ എൻട്രി ഇംഗ്ലീഷിലൊക്കെ 2 മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടൊക്കെയാണ് ഇംഗ്ലീഷ് പഠിച്ച് തീർക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും അത് സാധ്യമാണ്, എല്ലാവർക്കും സാധ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്, എവിടെയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിൽ പ്രശ്നം വന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവൂ, നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കൂ. സോ വി ഹാവ് 4 ആസ്പെക്ട്സ് ഫോർ എ ലാംഗ്വേജ്. ഏതൊരു ലാംഗ്വേജിനും 4 ആസ്പെക്ട്സ് ഉണ്ട്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതിൻ്റെ എല്ലാം ആദ്യത്തെ എടുത്തിട്ട് നമ്മൾ പറയുക LSRW എന്നാണ്. ഒരു കുട്ടി ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജും അറിയാത്ത ഒരാൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം അയാൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ലിസ്ണിംഗ് സ്കില്ലായിരിക്കും. കേട്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ലാംഗ്വേജ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരുപാട് തവണ ലാംഗ്വേജ് കേൾക്കണം. ഏത് ഭാഷയാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യം, അത് നിങ്ങൾ ആദ്യം കേട്ട് പഠിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദാറ്റ് ലാംഗ്വേജ്. നിങ്ങൾ ആദ്യം രണ്ടാമത് എടുക്കേണ്ടത് പറഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. അത് മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംസാരിച്ച് പഠിക്കണം. മൂന്നാമത് റീഡിങ്. മൂന്നാമത് മാത്രമേ നിങ്ങളൊരു കാര്യം വായിച്ച് പഠിക്കാൻ പറ്റൂ. ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മൂന്നാമത് മാത്രം ലിസ്ണിംഗ് സ്കിൽസും സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് സ്കിൽസിലേക്ക് കിടക്കുക. 4 റൈറ്റിംഗ് സ്കിൽസ്. ഏറ്റവും അവസാനം മാത്രം റൈറ്റിംഗ് സ്കിൽസ് എടുത്തായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പഴയ സിലബസ് ഒക്കെ ആണെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളാണ്. ഹാവ് യു എവർ ഗോട്ട് an opportunity to listen to that language? Or have you ever got an opportunity to speak that language while you learn English? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും കേൾക്കാനുള്ളൊരു അവസരം എത്ര തവണ കിട്ടിയിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ണടച്ചിട്ട്. ലിറ്ററലി ഇറ്റ് വിൽ ബി 0. നമ്മൾ ആദ്യം ചെയ്ത പരിപാടി എന്താ? നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കും, എന്നിട്ട് CAT cat, BAT bat, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമേ എഴുതി പഠിക്കുകയാണ്. ക്യാപിറ്റൽ W, സ്മോൾ W എന്ന് പറഞ്ഞാൽ പയ്യൻ എഴുതണ പോലെ ഇതങ്ങനെ എഴുതി 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 ആധാരം എഴുതണ പോലെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ദിസ് ഈസ് ദ മെയിൻ പ്രോബ്ലം വി ഓൾ മേക്ക് വൈൽ ലേണിംഗ് എ ലാംഗ്വേജ്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രശ്നം അതാ, ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം. ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ജോലി ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണം എന്നുള്ള ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഭയങ്കര ദൃഢനിശ്ചയമൊക്കെ എടുത്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തുറക്കും, ഏതെങ്കിലും ഒരു കീവേഡ് അടിക്കും, സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ്. അതിന് ഓർഡറൊന്നുമില്ല. ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് എടുക്കും, എന്നിട്ട് അതിരുന്ന് ഇങ്ങനെ കാണും, ഇരുന്ന് നോട്ട് എഴുതും. ഈ ആധാരം എഴുത്താണ് നമുക്ക് വന്ന പ്രശ്നം. ബിക്കോസ് വി ആർ നോട്ട് ലിസ്ണിംഗ് ദാറ്റ് ലാംഗ്വേജ്, വി ആർ നോട്ട് സ്പീക്കിംഗ് ദാറ്റ് ലാംഗ്വേജ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലാംഗ്വേജ് ലിസൺ ചെയ്ത് പഠിക്കുക, കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. ബട്ട് വി ഡു ദി അതർ വേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. വി ഹെസിറ്റേറ്റ് ടു സ്പീക്ക്. നമ്മൾ സംസാരിക്കാൻ നമ്മൾ മടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും കളിയാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലകത്തിലെ ഇന്ദുമതി. ഞങ്ങൾ രണ്ടാളും ഒരു ക്ലോസറ്റിലെടുത്തതെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്നെ കാണാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ,
മൂന്ന് പേരും എലഫൻറ്റ് തീവ്സ എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാക്കുന്ന ഇന്ദുമതിയെ നമ്മൾ വളരെയധികം എന്ത് ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്. ബട്ട് her way of learning that language is a good thing. ഇന്ദുമതിയുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കും വേണ്ടേ. നിങ്ങളും തെറ്റു വരുത്തി കഴിഞ്ഞാൽ ഒരു മടിയും വിചാരിക്കണ്ട, തെറ്റുവരും. ആരും ഒരു ദിവസം ഇങ്ങനെ എന്ത് ചെയ്യില്ല, മൊത്തം ശരിയാക്കി ലാംഗ്വേജ് സംസാരിക്കില്ല. യു ജസ്റ്റ് ഒബ്സർവ് ചിൽഡ്രൻ. ചെറിയ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവർ സംസാരിക്കുമ്പോൾ തെറ്റ് വരുത്താറില്ലേ? അപ്പോൾ അതേ ലെവലിൽ തന്നെയല്ലേ നമ്മളും നിൽക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. സോ യു ഡോണ്ട് ഹെസിറ്റേറ്റ് ടു മേക്ക് മിസ്റ്റേക്സ്. മിസ്റ്റേക്ക് ഉണ്ടാവണം, മിസ്റ്റേക്ക് ഉണ്ടാക്കും, അതിൽ നിന്ന് ശരിയാക്കണം. The first thing that we have to put in our mind is ഈ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ അല്ല. ഇതിനൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ എൻട്രി ഇംഗ്ലീഷിൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. നിങ്ങൾക്ക് തെറ്റ് വരുത്തിയാലും കുഴപ്പമില്ലാത്തൊരു എൻവയോൺമെൻറ്റ് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചാലഞ്ച്. അത് ഞങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യും. സോ ഇഫ് യു വോണ്ട് ടു ലേൺ എ ലാംഗ്വേജ്, നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് കേൾക്കണം. ഇഫ് യു വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, നിങ്ങൾ പിന്നെ സംസാരിച്ച് തുടങ്ങണം. then only you have to look into reading and writing. ഇപ്പോൾ നമ്മുടെ ചാലഞ്ച് ഇത് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചാലഞ്ച് എന്താണ്? സംസാരിക്കാൻ പറ്റുന്നില്ല. സോ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് കുറച്ച് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. മറ്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആസ് പെർ ഇന്റർ ലാംഗ്വേജ് തിയറി നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഗ്രാമർ എറേഴ്സ്. അയ്യോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഗ്രാമർ. ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ലേണേഴ്സ് ക്രിയേറ്റ് ആൻ ഇന്റർ ലാംഗ്വേജ് അല്ലെങ്കിൽ a transitional linguistic system influenced by the native language. നമ്മൾ ചെയ്യുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. മലയാളത്തിൻ്റെ അതേ ഗ്രാമർ റൂൾസ്, അതേ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ കൊണ്ടുപോയിട്ട് പ്രയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ കാർ ഓടിക്കും. ഞാൻ ഐ കാർ ഓടിക്കും, ഡ്രൈവ്, ഐ കാർ ഡ്രൈവ്. സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റായില്ല. ഇങ്ങനെയൊരു ഇന്റർ ലാംഗ്വേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രശ്നം. സോ യു ഹാവ് ടു നോ ഹൗ കറക്റ്റ്ലി ഓർ ഹൗ യു ഹാവ് ടു മേക്ക് സെൻറ്റൻസസ് ഇൻ ദ പെർട്ടിക്കുലർ ടാർഗറ്റ് ലാംഗ്വേജ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ലാംഗ്വേജിൽ എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഗ്രാമർ റൂൾസ് എന്താ നിങ്ങൾ പഠിക്കണം. പക്ഷേ നിങ്ങൾ അതേപോലെ ഗ്രാമർ റൂൾസ് പഠിക്കേണ്ട, അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചാൽ മതി. എൻട്രി ഇംഗ്ലീഷിന് തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുക, ആ ഗ്രാമർ റൂൾ ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ പോരെ, ഇതിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനം പഠിക്കണോ? വേണ്ട. നിങ്ങൾ ചെയ്യുന്നൊരു പ്രശ്നം എന്താ പറയുക, ഞാനൊക്കെ ഒരു പരിധി വരെ ചെയ്ത പ്രശ്നം, നമ്മൾ ഈ ഗ്രാമർ റൂൾസ് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് എവിടെ യൂസ് ചെയ്യണം എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഗ്രാമർ റൂൾ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന്, അതായത് L1 നിന്ന് L2 യൂസ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന എറർ. മലയാളത്തിലെ അതേ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ചില മലയാളം സെൻറ്റൻസസ് ഒരിക്കലും അതേ രീതിയിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിന് വേറെ രീതിയിലാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ചോദിക്കാറ്. സോ നമുക്ക് അതേ രീതിയിൽ മാറ്റാൻ വേണ്ട. ലാംഗ്വേജിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ മതി. ഫോർ എക്സാമ്പിൾ, ഒരു സ്പാനിഷ് സ്പീക്കർ സംസാരിക്കുമ്പോൾ ഹി ഹാസ് 20 years എന്നാണ് പറയുക. നമുക്ക് 20 വയസ്സായി എന്ന് പറയുന്നതിന് പകരം സ്പാനിഷ് സ്പീക്കർ പറയാം അവൻ 20 വയസ്സുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഹി ഈസ് 20 years old എന്നുള്ളതാണ്. അവൻ 20 വയസ്സുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലാണ്, അവൻ 20 വയസ്സാണ് എന്നാണ് പറയുക. സോ ഇതേ രീതിയിൽ മലയാളത്തിൽ നിങ്ങൾ മാറ്റാറുണ്ട്. ഈ മാറ്റുന്ന രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിലുള്ള അതേ ഗ്രാമർ റൂൾ, അതേ സെൻറ്റൻസ് സ്ട്രക്ചർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൽ എന്ന് പറയുന്ന സാധനം, ഫോർ എക്സാമ്പിൾ ബോക്സിൽ നിന്നുള്ള നമ്മളെങ്ങനെ പറയാം, ഇൻ ദ ബോക്സ് ആണ്. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഓൺ ഇൻസ്റ്റഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ മലയാളത്തിൽ ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറയുന്നിടത്ത് ഇൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഓൺ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണം. So we have to understand the exact grammar rules. So അടുത്ത പ്രശ്നമാണ് limited vocabulary. Most of the people make this meet with this problem. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തമിഴ് സംസാരിക്കാൻ തുടങ്ങണം അല്ലേ, അവൻ ரொம்ப വളർന്ന് പുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ, കാരണം അതിനുള്ള എക്സാക്റ്റ് മലയാളം നമുക്ക് അല്ലെങ്കിൽ തമിഴ് നമുക്ക് അറിയില്ല. ഇവിടെ തന്നെ പ്രശ്നം,
അവൻ അവിടെ വളരെ കഷ്ടപ്പാടാണെന്ന് പറയും. ഈ കഷ്ടപ്പാടുള്ള ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാതെ വരുമ്പോൾ നമ്മളവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ ഇത് വെച്ചിട്ടുണ്ടാവും, ഈ ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ടുണ്ടാവും. നമുക്ക് വൊക്കാബുലറി കുറവാണ്. ഈ വൊക്കാബുലറി എങ്ങനെ കൂട്ടാം? നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ വൊക്കാബുലറി അക്വിസിഷൻ നടക്കണം. വൊക്കാബുലറി അക്വിസിഷൻ നടക്കണം. ഇതിന് ഡെയിലി 20 വാക്ക് വെച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ? നോ. എന്താ പറയുന്നത്? ദോ ലൈക്ക് ഇഫ് ദ വേർഡ്സ് ആർ നോട്ട് ഫ്രീക്വന്റ്ലി റീഇൻഫോഴ്സ്ഡ് ത്രൂ യൂസ്, ലേണേഴ്സ് സ്ട്രഗിൾ ടു റീകാൾ ദം. നമ്മൾ ഡെയിലി ഇൻസ്റ്റാഗ്രാം റീൽസിൽ വൊക്കാബുലറി കാണുന്നുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചോ. ഇത് ഈ പത്തായത്തിൽ പെട്ടിയിൽ പൂട്ടി വെച്ച പോലെ വെക്കാനുള്ള സാധനമല്ലല്ലോ ഇത്. ഡെയിലി അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് നല്ലതുമാണ്, ഡെയിലി ഒരു വൊക്കാബുലറി വെച്ച് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളത് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ് ദ യൂസ് ഓഫ് ദാറ്റ് വൊക്കാബുലറി? അപ്പം നിങ്ങൾ പഠിക്കുന്ന വൊക്കാബുലറി എന്തായിരിക്കണം? നിങ്ങളുടെ വർക്ക് സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ വൊക്കാബുലറി വീണ്ടും ഉപയോഗിച്ച് യൂസേജിലൂടെ, നമ്മുടെ ഡെയിലി യൂസേജിലൂടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിൽ അത് സ്റ്റിക്ക് ചെയ്യുള്ളൂ. So if you are learning a vocabulary, you have to make sure whether you want that vocabulary or not. ജീവിതത്തിൽ ഒരു കാലത്തും യൂസ് ചെയ്യാത്ത ഒരു വൊക്കാബുലറി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു കാര്യവും നമുക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നില്ല, ഒരു കാര്യമില്ല. സോ ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ഓർ ഇഫ് യു ആർ ഗോയിങ് ടു ലേൺ എ ലാംഗ്വേജ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വൊക്കാബുലറി, നിങ്ങൾ പഠിക്കുന്ന വൊക്കാബുലറി നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വൊക്കാബുലറി ആയിരിക്കണം. സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വൊക്കാബുലറി കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. സോ വി ഹാവ് ടു അക്വയർ മോർ വൊക്കാബുലറി ലിസ്ണിംഗ് ടു അതേഴ്സ്. മറ്റുള്ളവരെ കേട്ടുകൊണ്ട് നമുക്ക് വൊക്കാബുലറി കൂട്ടാം, വായിച്ചുകൊണ്ടും കൂട്ടാം. ഇത് രണ്ടും വൊക്കാബുലറി കൂട്ടാനുള്ള ഒരു ഐഡിയലാണ്. ഇനി ദിസ് ഈസ് ദ മെയിൻ പ്രോബ്ലം ഓൾ ദ മലയാളീസ് ഫേസ്. നമ്മൾ മലയാളികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊക്കെ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യും. പെർഫെക്റ്റ് ഓക്കെ, എല്ലാം നമുക്ക് പെർഫെക്റ്റ് ഓക്കെ ആവണം. അപ്പോൾ ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇന്ദുമതി ആവണം. നിങ്ങൾ തെറ്റിച്ച് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. വി ഓൾ ഹാവ് ദാറ്റ് ഫിയർ ഓഫ് സ്പീക്കിംഗ്. അതിൻ്റെ സൈക്കോളജിക്കൽ ബാരിയേഴ്സിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ത് വരുമെന്നറിയോ? ഇറ്റ് ലൈക്ക് മേക്കിംഗ് മിസ്റ്റേക്സ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ആങ്സൈറ്റി വിൽ റെഡ്യൂസ് ലാംഗ്വേജ് അക്വിസിഷൻ. നിങ്ങളുടെ പേടി, നിങ്ങളുടെ കോൺഫിഡൻസ് കുറവ്, അതേപോലെ തന്നെ ആങ്സൈറ്റി, ഇതൊക്കെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഇതൊക്കെ കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. എൻട്രി ഇംഗ്ലീഷിൻ്റെ കോഴ്സിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നൊരു കാര്യം ഈ ആങ്സൈറ്റി, ഈ ഫിയർ, അതേപോലെ തന്നെ കോൺഫിഡൻസ്, ഇതൊക്കെ മാറ്റാനുള്ള, അതായത് ലെസ് കോൺഫിഡൻസ്, ഇതൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളാണ് ആദ്യം ഇവിടെ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ, തെറ്റ് വരുത്താൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ ദാറ്റ് ലാംഗ്വേജ്. നിങ്ങൾ സംസാരിച്ച് തുടങ്ങൂ, സംഭവം തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിശ്ചൽ കുമാർ പറയുന്ന പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു, അത് മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങൂ. അവിടെ നിന്ന് തുടങ്ങി മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ കൂടൂ. ദിസ് ഇസ് സംതിങ് ലൈക്ക് ബിൽഡിങ് എ ഹൗസ്. ഒരു വീട് കെട്ടുന്ന പോലെയാണ്. ആദ്യം നമുക്ക് തറ കെട്ടേണ്ടി വരും. ആ തറ കെട്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക? നമുക്കതിൽ ബ്ലോക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രിക്സ് വെച്ചിട്ട് പടുത്ത് മുകളിലേക്ക് പോവുക. ഏറ്റവും അവസാനം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കോൺക്രീറ്റ് ഇടാൻ പറ്റൂ. നിങ്ങൾ വിചാരിക്കുകയാണ്, നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു പ്രശ്നം അതാ, ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷിൽ സൂപ്പറായിട്ട് സംസാരിക്കും, അന്നേ ഞാൻ വായ ഓർക്കും, അതിന് മുമ്പ് ഞാൻ ആരോടും സംസാരിക്കില്ല. എന്നിട്ട് ഇതെങ്ങനെ പഠിക്കും? കുറേ ഞാൻ എഴുതി പഠിക്കും, കുറേ ഞാൻ വായിച്ചു പഠിക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് എ ലാംഗ്വേജ്, നിങ്ങൾക്കത് സംസാരിക്കാൻ തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഏത് ലെവലായിക്കോട്ടെ നിങ്ങളത് സംസാരിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങണം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു 10 വാക്ക് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എന്ത് ചെയ്യുക? ഇംഗ്ലീഷിലേക്ക് മാറ്റാം. വാക്കല്ല, വാചകങ്ങൾ. നിങ്ങൾ ഒരാളോട് സംസാരിക്കുക, ഒരു 10 വാചകം നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണമെങ്കിൽ അതിൽ ഒരു വാചകം ഇംഗ്ലീഷിലേക്ക് ആക്കുക, അടുത്ത തവണ 2 എണ്ണം ആക്കുക, അടുത്ത തവണ 3 എണ്ണം ആക്കുക. ജസ്റ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി, ഓർ നിങ്ങളത് സംസാരിക്കുന്നതിൻ്റെ സംഭവം ഇങ്ങനെ കൂട്ടി വരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് സംസാരിക്കാൻ പറ്റൂ. ഞാൻ സംസാരിക്കണം മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. ആര് സംസാരിക്കണം മിസ്റ്റേക്ക് ഉണ്ടാവും. ആരും അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ ഒന്നും അല്ല ഒരു ലാംഗ്വേജും സംസാരിക്കുന്നത്.
നെക്സ്റ്റ്, ഈ ഒരു ലേണർ ഒരു ഗ്രാമറൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന സംഭവം അതാണ്. ഞാനിതിൽ തെറ്റ് വരുത്തുന്നുണ്ടോ? തെറ്റ് വരുത്തിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഫിയർ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ ലാംഗ്വേജ്. ഇംഗ്ലീഷ് എല്ലാം പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നതും നീന്തൽ പഠിച്ചിട്ടേ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങുന്നു പറയുന്നതും ഒരേപോലെയാണ്. രണ്ടും നടക്കുന്ന കാര്യമല്ല. നീന്തൽ പഠിക്കാതെ ഒരിക്കലും അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാതെ നിങ്ങൾ ഒരിക്കലും നീന്തൽ പഠിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാതെ നിങ്ങൾ ഒരിക്കലും അതിലും ബെറ്റർ സ്പീക്കർ ആവില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദാറ്റ് ലാംഗ്വേജ് റൈറ്റ് നൗ. ഇപ്പം തുടങ്ങണം. നിങ്ങൾ കുറച്ചൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ദാറ്റ് ടാർഗറ്റ് ലാംഗ്വേജ്. യു ഹാവ് ടു തിങ്ക് ഇൻ ദാറ്റ് ടാർഗറ്റ് ലാംഗ്വേജ്. നിങ്ങൾ ടാർഗറ്റ് ലാംഗ്വേജ് തന്നെ ചിന്തിച്ച് തുടങ്ങണം. എപ്പോഴും എന്ത് ചെയ്യരുത്, ഒരു മലയാളം സെൻറ്റൻസ് കിട്ടി അത് നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റി അത് മാറ്റിയതിന് ശേഷം പറയാം, ഇതൊരിക്കലും ചെയ്യരുത്. ട്രാൻസ്ലേഷൻ മെത്തേഡ് തുടക്കത്തിലൊക്കെ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം, നല്ലതാണ്. കുറച്ച് തുടക്കത്തിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നീട് അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും. അത് പറ്റണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഈ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മെൻ്റൽ ട്രാൻസിഷൻ ഭയങ്കര പ്രശ്നമാണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്ലോ ഡൗൺ ദ ഫ്ലുവൻസി. സ്പീഡിൽ നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഇത് പ്രൊഫഷൻസി ഇംഗ്ലീഷ് ഇത് എന്ത് നടക്കുന്ന അറിയോ, ഈ ഇറ്റ് ഷുഡ് ഹാവ് എ ട്രാൻസിഷൻ. ഒരു ട്രാൻസ്ലേഷൻ മോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് അതല്ലേ, മലയാളത്തിൽ ഒരു കാര്യം വിചാരിക്കുന്നു, ഇംഗ്ലീഷിലേക്ക് അത് മാറ്റുന്നു, എന്നിട്ട് പറയുന്നു. അപ്പോൾ ഇത് എപ്പോഴും ഇതിൽ ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് തിങ്കിങ് മെത്തേഡിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. A learner might mentally translate how are you from their native language before responding instead of instantly understanding it. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ആദ്യം ലേണിംഗ് ലിസ്ണിംഗ് അതേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ആദ്യം ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വലിയ പ്രശ്നം പറ്റാതെ വീണ്ടും ഇങ്ങനെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണത്. അത് തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഒരു സഹായകമാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമുക്കൊരു പാരയായി മാറും. അതുകൊണ്ട് എപ്പോഴും ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡിൽ വെക്കരുത്. നമ്മളും ഒരുപാട് ട്രാൻസ്ലേഷൻ മെത്തേഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കുക. ഇത് അടുത്തൊരു വില്ലനാണ്, ഇൻകൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ആൻഡ് ഫോർഗെറ്റിംഗ്. നമ്മളൊരു കാര്യം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫോർഗെറ്റ്. ലേണേഴ്സ് ഫോർഗെറ്റ് ന്യൂ ഇൻഫർമേഷൻ റാപ്പിഡ്ലി. നമ്മൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതല്ലാതെ ഒരു ദിവസം പഠിച്ചു, ഒരു 3-4 ദിവസം നിങ്ങൾ ചെയ്തില്ല, അല്ലെങ്കിൽ 4 ദിവസം ചെയ്തില്ല, 5 ദിവസം ചെയ്തില്ല, യു ആർ ഗോയിങ് ടു ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങളത് മറക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോർഗെറ്റിംഗ് കേർവ് ഉണ്ട്. നമുക്ക് ഒരു ഫോർഗെറ്റിംഗ് കേർവ് ഉണ്ട്. ഈ ഫോർഗെറ്റിംഗ് കേർവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ട് അത് മറക്കുന്നതിനൊരു കേർവ് ഉണ്ട്. അത് മറക്കുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും പഠിച്ചിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം. സോ സ്പേസ്ഡ് റെപ്പറ്റീഷൻ, റിവ്യൂവിംഗ് വേർഡ്സ് ആൻഡ് ഗ്രാമർ അറ്റ് ഇൻക്രീസിങ് ഇൻ്റർവെൽസ് ഇസ് എ കീ ടു ലോങ് ടേം റിറ്റൻഷൻ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇതിങ്ങനെ എന്ത് ചെയ്യണം, ഈ ഒരു നോളജ് റിറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യുന്നതൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും. ആ ഒരാഴ്ച ശ്രമിച്ചു നോക്കിയിട്ട് നമുക്കിത് പറ്റില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത്, അതായത് നമ്മൾ തന്നെ അങ്ങോട്ട് വിചാരിക്കണം എനിക്കിത് പറ്റില്ല, നല്ലൊരു മെൻറ്റർ സഹായം തേടിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് എടുത്തിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നോക്കൂ, ഒരു 10-12 വർഷം നിങ്ങൾക്കൊരു ഗൈഡൻസ് കൊണ്ട് പഠിക്കാൻ പറ്റാത്ത സാധനം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും. ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്ന് ബോധ്യം വന്നാൽ യു ഹാവ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. നല്ലൊരു മെൻറ്ററുടെ ഹെൽപ്പ് നിങ്ങൾ ചോദിക്കണം. ആ മെൻറ്ററുടെ അടുത്ത് നിങ്ങൾ പഠിക്കണം. ഡെഫിനറ്റ്ലി യു ക്യാൻ സക്സീഡ് ഇൻ ഇറ്റ്. നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാഴ്ച നോക്കുന്നു, 1.5 ആഴ്ച നോക്കുന്നു, പിന്നെ അത് അവിടെ ഇടുന്നു. വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച നോക്കുന്നു, 1.5 ആഴ്ച, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ നടക്കണതിൻ്റെ ഒരാഴ്ച മുന്നേ. എങ്ങനെയത് നടക്കുക? ഇത് മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞ വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പം ചൂടാൻ ഒരു ടൈം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ലാംഗ്വേജിൽ ഒരു ഹാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ 100 to 120 hours എങ്കിലും നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം. അത്ര മതി. 100-120 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
സിമ്പിളായിട്ട് പഠിക്കാം. ഒരു ദിവസം 2 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്താൽ എത്ര ദിവസമായി? 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ്, എന്തൊക്കെ ചെയ്താൽ, ഹൗ ടു ഓവർകം ദീസ് ചാലഞ്ചസ്, എന്തൊക്കെ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ്. ഒരു ഫൊനറ്റിക് എക്സസൈസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫൊനറ്റിക് എക്സസൈസ് എന്തൊക്കെ മിററിങ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലുണ്ട്. അതെങ്ങനെയെന്നുള്ളത് ആ യൂട്യൂബ് വീഡിയോ ഒന്ന് കാണുക. ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലിസ്ണിംഗ് ഡ്രിൽസ് ചെയ്യുക. ഡെയിലി ഒരു 10-15 മിനിറ്റോ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുക. നിങ്ങൾക്ക് ഒരുപാട് ആപ്പിലെ കയ്യിൽ, അതിലുള്ള പോഡ്കാസ്റ്റ് കേൾക്കുക, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കുക. നെക്സ്റ്റ്, ഗ്രാമർ ഡീൽസ്. കമ്പയർ വിത്ത് നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് പ്രാക്ടീസ് പാറ്റേൺസ്. ഈ നേറ്റീവ് ലാംഗ്വേജും നിങ്ങളുടെ ടാർഗറ്റ് ലാംഗ്വേജ്, അതായത് ഇവിടെ ഇംഗ്ലീഷും നമ്മുടെ ഡിഫറൻസ് ഗ്രാമറിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്ന പരിപാടി. എന്താണെന്നുള്ളത് നമ്മുടെ ഹൗ ടു കൺസ്ട്രക്ട് എ സെൻറ്റൻസ് എന്നുള്ള ഒരു വീഡിയോയിലുണ്ട്, അതൊന്ന് പോയി കാണാം കേട്ടോ. വെക്കാബുലറി സ്ട്രാറ്റജീസ്, അതായത് ഫ്ലാഷ് കാർഡ്സോ സ്റ്റോറി ടെല്ലിങ്ങോ ഫ്രീക്വൻറ്റ് യൂസേജോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്കാബുലറി പഠിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു കുറച്ച് വെക്കാബുലറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് വെച്ചൊരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി നോക്കുക, വെറുതെ പറഞ്ഞു നോക്കുക സ്റ്റോറി. ഇവിടെ എൻട്രി ഇംഗ്ലീഷ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺവെർസേഷൻ ലാബ്സ് ഉണ്ട്. കോൺവെർസേഷൻ ലാബ്സിൽ നിങ്ങളൊരു ടോപ്പിക് സംസാരിക്കുമ്പോൾ ആ ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന് പറ്റിയ വൊക്കാബുലറി ഒക്കെ തരും. ആ വൊക്കാബുലറി ഉപയോഗിച്ച് നിങ്ങളിവിടെ സംസാരിക്കുകയാണ്. അത് വീണ്ടും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് ലിസ്ണിംഗ് എക്സ്പോഷർ, അതായത് ഒരുപാട് മൂവീസ് കാണുക, പോഡ്കാസ്റ്റ് കേൾക്കുക. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ സ്പീഡിലുള്ളത് ഒരേ കാറ്റഗറി ആവരുത്. ഇപ്പോൾ നിങ്ങളൊരു മൂവി കാണുക, ഒരു സീരീസ് കാണുകയാണെങ്കിൽ ആ സീരീസ് മാത്രം കാണരുത്. നമ്മുടെ ലാംഗ്വേജ് അങ്ങനെ ഡെവലപ്പ് ആയി പോകും. പല ടൈപ്പിലുള്ളത് കാണണം, പല സ്പീഡിലുള്ളത് കാണും. ഇതൊക്കെ നമുക്ക് അക്വിസിഷനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. സ്പീക്കിംഗ് കോൺഫിഡൻസ്, അതായത് നമ്മൾ ചെറിയ എൻവയോൺമെൻറ്റ്സ് ആദ്യം സെലക്ട് ചെയ്യുക. കൂട്ടുകാരോട് സംസാരിക്കുക, നിങ്ങളുടെ മെൻറ്റോരോട് സംസാരിക്കുക. അതേപോലെ തന്നെ എൻട്രിയിലാണെങ്കിൽ ഇവ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. ചാറ്റ് ബോട്ടിനോട് സംസാരിക്കുക. അപ്പോൾ അതായത് ലോ പ്രഷർ എൻവയോൺമെൻറ്റ്സിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുക. അങ്ങനെ സംസാരിച്ച് ഒരു കോൺഫിഡൻസ് വന്നിട്ട് നമ്മൾ ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ നോക്കുക. തിങ്കിങ് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്, ഇത് അടുത്തത് ഏറ്റവും അവസാനം വരുന്നൊരു പ്രോസസ്സാണ് തിങ്കിങ് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. ടാർഗറ്റ് ലാംഗ്വേജിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. സ്പേസ്ഡ് റെപ്പറ്റീഷൻ, അതായത് ഇത് എന്ത് ചെയ്യണം, ഒരു ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു കാലത്തും ഒരു പെർഫെക്റ്റ് ഇംഗ്ലീഷ് സ്പീക്കർ ആവുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നോബഡി ഈസ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് പറയാൻ എന്താണോ മനസ്സിലുള്ളത് അത് മറ്റൊരാൾക്ക് പറയുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇന്ദുമതി പറയാണ് 3 പേരും എലഫൻറ്റ് തീവ്സാന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവാണ് 3 പേര് ആന കള്ളന്മാരാണെന്നുള്ളത് മനസ്സിലായെന്നുണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു ടൂളിനുള്ള ബേസിക് എന്താ പറയുക പേർപ്പസ് അവിടെ ഫുൾഫില്ലായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായാൽ മതി. കംപ്ലീറ്റായി ലാംഗ്വേജ്. അപ്പം നിങ്ങൾ പറയുന്നതിലുള്ള ഗ്രാമറോ നിങ്ങൾ പറയുന്നതിലുള്ള പ്രൊനൗൺസിയേഷനോ ഒന്നും ഇപ്പോൾ ബോധേടാവണ്ട. അതൊക്കെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും കാര്യങ്ങളാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവണം. ഐ എം നിശ്ചൽ കുമാർ, വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു. അതേ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പറയാം. അത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. തെറ്റ് വരുത്തിക്കോട്ടെ, നോ പ്രോബ്ലം ഇൻ ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാൻ. ആദ്യമേ പറഞ്ഞുകൊള്ളാം, ഇതൊരു സ്ലോ പ്രോസസ്സ് ആയിരിക്കാം. ചിലർക്ക് വളരെ ക്വിക്കായിട്ട് നടക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്ട്രക്ചർ ഓഫ് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനനുസരിച്ച് ഇത് ചിലർക്ക് ലാംഗ്വേജ് അക്വിസിഷൻ കുറച്ച് മെല്ലെ ആയിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ മടി ആദ്യം മാറ്റുക. ഇനി ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വെച്ച് ഒന്നുകൂടി ട്രൈ ചെയ്തു. നമ്മുടെ എല്ലാ ടീമും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം കാണാൻ സിമ്പിളായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.